കുന്നംകുളം പന്തല്ലൂരിൽ വയോധികൻ പൊള്ളലേറ്റ് മരിച്ചത് സൂര്യാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംസ്ഥാനത്ത് താപനിലയിൽ ക്രമാതീതമായ വർധന. ഈ വർഷം റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തുവാൻ സാധ്യത. പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വൈദ്യുതി ബോർഡിന് പണം നൽകുന്നില്ലെന്ന് മന്ത്രി എം മണി. പണം നൽകാത്തതിൽ മുമ്പിലുള്ളത് വാട്ടർ അതോറിറ്റി. അതിരപ്പള്ളി പദ്ധതിക്ക് തടസ്സം ജില്ലയിലെ ആളുകളെന്നും മന്ത്രി. ഡി സോൺ കലാമേളയ്ക്ക് സമാപനമായി. കിരീടം തൃശൂർ സെന്റ് തോമസ് കോളേജിന്. രണ്ടാം സ്ഥാനത്ത് കൊടകര സഹൃദയ കോളേജ്. സാഹിത്യ അക്കാദമിയിൽ വാഴപ്പിണ്ടി വെച്ച് പ്രതീകാത്മക സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പ്രതികരിച്ചതിന് പിന്നാലെയാണ് പോലീസ് നടപടി. മുഖ്യമന്ത്രിക്കും വാഴപ്പിണ്ടി അയച്ച് യൂത്ത് കോൺഗ്രസ്. ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളുടെ നിരോധനത്തിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ഇരട്ടത്താപ്പ്. സാധാരണക്കാർക്ക് നിയമം ദുരിതമാകുമ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിനും KTDCക്കുമെതിരെ നടപടിയില്ല. ഞാൻ റിയ മേരി. വാർത്തകൾ വിശദമായി. കുന്നംകുളം പന്തല്ലൂരിൽ വയോധികൻ പൊള്ളലേറ്റ് മരിച്ച സംഭവം സൂര്യാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചൊവ്വന്നൂർ പന്തല്ലൂർ പൂങ്ങാട്ട് കുഞ്ചു മകൻ 80 വയസ്സുള്ള മാധവനെയാണ് 2 ദിവസം മുമ്പ് മരത്തങ്കോട് വയലിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയോടെ വീട്ടിൽ നിന്നും വയലിലേക്ക് പോയ മാധവനെ രാത്രി വൈകിട്ടും കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് വയലിൽ മൃതദേഹം കണ്ടത്. തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ശരീരത്തിൽ പലയിടത്തും പൊള്ളലേറ്റ പാടുണ്ടായിരുന്നു. അന്നേ ദിവസം പന്തല്ലൂർ പാടത്തിൽ എതിർദിശയിൽ വയലിന് തീ പിടിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ വയലിൽ തീ പടരുന്നത് കണ്ട് ഓടുന്നതിനിടെ വീഴുകയും അഗ്നിബാധയിൽ പൊള്ളലേറ്റതുമാകാമെന്നായിരുന്നു നിഗമനം. എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണം സൂര്യാഘാതം മൂലമാണെന്ന് തിരിച്ചറിഞ്ഞത്. പൊള്ളുന്ന വെയിലിൽ നേരിട്ട് ഏറെ നേരം കൊള്ളുന്നത് അപകടകരമാണെന്നും പൊതുജനങ്ങൾ ഇത് ഗൌരവമായി കാണണമെന്നും കുന്നംകുളം CI KG സുരേഷ് പറഞ്ഞു. സംസ്ഥാനത്തെ താപനിലയിൽ ക്രമാതീതമായ വർധന. ഈ വർഷം റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തുവാൻ സാധ്യത. ഒരാഴ്ചയ്ക്കുള്ളിൽ താപനില 3 ഡിഗ്രിയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അടുത്ത ഒരു മാസം താപനില കൂടിയ നിലയിൽ തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ചൂട് കനക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഫെബ്രുവരി പകുതി പിന്നിട്ടപ്പോഴേക്കും സ്ഥിതി മാറി. പലയിടത്തും ഉയർന്ന താപനില 38 ഡിഗ്രി കടന്നു. ശരാശരി 2 മുതൽ 3 ഡിഗ്രി വരെ ചൂടാണ് കൂടിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു. വരണ്ട അന്തരീക്ഷം, മഴയുടെ കുറവ് എന്നിവയ്ക്ക് പുറമെ വരണ്ട കാറ്റുമെത്തിയതോടെ ചൂട് കൂടാൻ കാരണമായി. ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് അവസാനം വരെ സൂര്യരശ്മികൾ തീക്ഷ്ണമായി പതിക്കുന്ന കാലയളവാണ്. ഇതോടൊപ്പം പൊടിക്കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് ജനുവരി 1 മുതൽ ഫെബ്രുവരി പകുതി വരെ ലഭിക്കേണ്ട മഴയിൽ 33% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം റെക്കോർഡ് ചൂടാവും രേഖപ്പെടുത്തുകയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന. TCV തൃശൂർ. ഊർജ്ജോൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ടെന്നും അതിരപ്പള്ളി പദ്ധതിക്ക് ജില്ലയിലെ ആളുകൾ തന്നെയാണ് തടസ്സം സൃഷ്ടിക്കുന്നതെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം നിർമ്മാണം പൂർത്തീകരിച്ച 150 kV രണ്ടാം ഘട്ട സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആവശ്യമുള്ളതിന്റെ 30% വൈദ്യുതി മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. 70% വൈദ്യുതി ഹ്രസ്വകാല ദീർഘകാല കരാറുകളിലൂടെ വാങ്ങിയാണ് കറന്റ് കട്ടില്ലാതെ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിൽ ഒരു പവർ ഹൌസ് കൂടി സ്ഥാപിച്ചാൽ രാത്രിയിലെ വൈദ്യുതി പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നതായും അതിനുള്ള സാങ്കേതിക അനുമതി ലഭിക്കേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ P. റാഫി ജോസ്, DPC അംഗം വർഗീസ് കണ്ണംകുളത്തി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റൂസി, വൈദ്യുതി വിഭാഗം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ TS ജോസ്, KICB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പ്രസാദ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വൈദ്യുതി നൽകുക എന്നതാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വൈദ്യുതി മന്ത്രി എം മണി. ബ്ലാങ്ങാട് മാട്ടുമലിൽ 33 kV കണ്ടെയ്നർ സബ്സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഷ്ടം സഹിച്ചും വലിയ വില കൊടുത്തും കേരളം പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 7500 കോടി രൂപ നഷ്ടത്തിലാണെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതും വൈദ്യുതി ബോർഡിന് പണം നൽകുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതിൽ മുമ്പിലുള്ളത് വാട്ടർ അതോറിറ്റിയാണെന്നും ഫ്യൂസൂരില്ല എന്ന ധൈര്യമാണ് അവർക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷനായി. CN ജയദേവൻ MP മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PK ബഷീർ, ചാവക്കാട് നഗരസഭാ അധ്യക്ഷൻ NK അക്ബർ, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത കുണ്ടിയത്ത്, KICB ഡയറക്ടർ കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു.
കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിന് കുട്ടനെല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ സമാപനമായി. തൃശൂർ സെന്റ് തോമസ് കോളേജിന് കലാകിരീടം. 245 പോയിന്റുമായാണ് സെന്റ് തോമസ് കോളേജ് കലാകിരീടത്തിൽ മുത്തമിട്ടത്. 167 പോയിന്റുമായി കൊടകര സഹൃദയ കോളേജാണ് രണ്ടാം സ്ഥാനത്ത്. 153 പോയിന്റുമായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ നിലവിലെ ജേതാക്കളായ തൃശൂർ കേരളവർമ്മ കോളേജ് 147 പോയിന്റുമായി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ബാലഗോപാൽ എസ് മാരാർ കലാപ്രതിഭയായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഐഷ ഷിറിൻ, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ആശാ സുരേഷ് നായർ എന്നിവർ തുല്യ പോയിന്റോടെ കലാതിലകപ്പട്ടം പങ്കിട്ടു. കൊടുങ്ങല്ലൂർ MEAS അസ്മാബി കോളേജിലെ ഷർഫാന, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ M അശ്വതി എന്നിവർ സാഹിത്യ പ്രതിഭാ പുരസ്കാരം പങ്കിട്ടപ്പോൾ അസ്മാബി കോളേജിലെ PR നുബ്ല ചിത്ര പ്രതിഭാ പട്ടവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം പ്രൊഫസർ KU അരുണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CC ബാബു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സംഗീത്, യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി അമൽജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിൽ തുല്യ പോയിന്റ് നേടിക്കൊണ്ട് ഐഷ ഷിറിനും ആശാ സുരേഷ് നായരും കലാതിലകപട്ടം പങ്കുവച്ചു. ചുങ്കിൽ തീക്കവൂട്ടി അഹമ്മദ് മദീനേശ കുഴൽ കൾത്തൻ താനം കരേംഗെ ആപ് भी पहरोन इसी तरह अटका. സെമി ക്ലാസിക്കൽ മ്യൂസിക്കിലും മാപ്പിളപ്പാട്ടിലും ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ BSc ബോട്ടണി വിദ്യാർത്ഥിനിയായ ഐഷ ഷിറിൻ 10 പോയിന്റോടെ ഡിസോൺ കലോത്സവത്തിൽ കലാതിലക പട്ടത്തിലേക്ക് എത്തിയത്. പുന്നിയൂർക്കുളം പൊന്നത്തയിൽ അഷ്റഫ് സൽമ ദമ്പതികളുടെ മകളായ ഐഷ ഷിറിൻ സ്കൂൾ കലോത്സവങ്ങൾ മുതൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള പ്രതിഭയാണ്. ഗുരുവായ രമേശൻ പുന്നിയൂർക്കുളവും മിസ് ജാസ് സാബു രണ്ടത്താണിയും ഐഷയിലെ കലാകാരിക്ക് മാർഗദർശികളാണ്. ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ നിറസാന്നിധ്യമായിരുന്നു ഐഷ. LKG തൊട്ട് കുറേയധികം പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കലോത്സവത്തിൽ കുറേയധികം പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു കലയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നായാലും റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നായാലും വളരെയധികം സപ്പോർട്ടുണ്ട്. ഫ്യൂച്ചറിൽ പാട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്നുണ്ട്. അതിൻ്റെ കൂടെ സിവിൽ സർവീസ് ഒരു ആഗ്രഹമുണ്ട്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയും വെളുത്തോട്ടിൽ സുരേഷ് കുമാർ രാജി ദമ്പതികളുടെ മകളുമായ ആശാ സുരേഷ് നായരാണ് ഐഷയ്ക്കൊപ്പം കലാതിലക പട്ടം പങ്കിട്ടത്. അക്ഷരശ്ലോകത്തിലും കവിതാപാരായണത്തിലും നേടിയ 1ാം സ്ഥാനമാണ് ആശയെ കലാതിലകത്തിന് അർഹയാക്കിയത്. കുടിലതകൾ മുഖമെഴുതിയാടുമി കാകോള കലികാലം നിന്നെ മലീമസമാക്കിയോ സ്മൃതിയായി മാറുന്നു നീയും വസുന്ധരയ്ക്കൊരു കുമ്പിളിൽ ജലം കാത്തുവച്ചിടുമോ TCV തൃശൂർ. സാഹിത്യ അക്കാദമിയിൽ അതിക്രമിച്ച കയറി അക്കാദമി പ്രസിഡന്റിന്റെ കാറിൽ വാഴപ്പിണ്ടി വെച്ച് പ്രതീകാത്മക സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. DCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയേൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ എന്നിവരടക്കം 13 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കാസർഗോഡ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ സാംസ്കാരിക നായകർ പ്രതികരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. സാഹിത്യ അക്കാദമിയിലേക്ക് പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്കാദമി പ്രസിഡന്റിന്റെ കാറിന് മുന്നിൽ വാഴപ്പിണ്ടി വെച്ചാണ് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് സമരത്തെ അപലപിച്ച് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് സമരക്കാർക്കെതിരെ പോലീസ് കേസെടുത്തത്. വാഴപ്പിണ്ടി സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സാമൂഹ്യ വിരുദ്ധരെന്ന് അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴപ്പിണ്ടി അയച്ചു. DCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക നായകരെ റോബോട്ടുകളെ പോലെ നിയന്ത്രിക്കുന്നവരാണ് സാഹിത്യ അക്കാദമിയിൽ പ്രതിഷേധം നടത്തിയവരെ അധിക്ഷേപിക്കുന്നതെന്ന് ജോൺ ഡാനിയേൽ പറഞ്ഞു. നട്ടല്ലില്ലാത്ത മുഖ്യമന്ത്രിയും നട്ടല്ലില്ലാത്ത സാംസ്കാരിക നായകരും കേരളത്തിന് ഒരുപോലെ അപമാനമാണെന്നും അദ്ദേഹം ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ നൌഷാദ് ആറ്റുപറമ്പത്ത്, പ്രഭുദാസ് പാണിങ്ങാടൻ, കുര്യൻ മുട്ടത്ത്, VS ഡേവിഡ്, ജെഫിൻ പോളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിസ്പോസിബിൾ ഗ്ലാസുകളുടെയും പ്ലേറ്റിന്റെയും പേരിൽ സാധാരണക്കാരെ പീഡിപ്പിക്കുന്ന ഗുരുവായൂർ നഗരസഭയ്ക്ക് ദേവസ്വത്തെയും KTDCയെയും കാണുമ്പോൾ മുട്ടുവിറയ്ക്കും.
ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളുടെ നിരോധനത്തിൽ നഗരസഭയുടേത് ഇരട്ടത്താപ്പെന്ന് ആരോപണം. സാധാരണക്കാരെ നിരോധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുമ്പോൾ ഉന്നതർക്ക് നഗരസഭ ഒത്താശ ചെയ്യുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. മാലിന്യ നിർമ്മാർജ്ജനം കീറാമുട്ടിയായതിനെ തുടർന്നാണ് ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലേറ്റ് എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. നഗരസഭാ ഓഫീസിൽ പ്രവേശന കവാടത്തിൽ തന്നെ നിരോധന ഉത്തരവിന്റെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. വിവാഹ സൽക്കാരങ്ങളിലും മറ്റും ഇവ ഉപയോഗിക്കുന്നതിന് കർശന വിലക്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പരിപാടികൾ നടത്താൻ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവ ഉപയോഗിക്കില്ലെന്ന് നഗരസഭ സത്യവാങ്മൂലം ഒപ്പിട്ട് വാങ്ങുന്നുമുണ്ട്. കൂടാതെ ഇവ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പിടികൂടി പിഴ ഈടാക്കുന്നുമുണ്ട്. എന്നാൽ ദേവസ്വം, KTDC എന്നിവിടങ്ങളിൽ ഇത് ബാധകമല്ലാത്ത അവസ്ഥയാണ്. KV അബ്ദുൽ ഖാദർ MLA, നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി, ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് എന്നിവർ KTDCയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ചായ നൽകിയത് ഡിസ്പോസിബിൾ ഗ്ലാസിലാണ്. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമായതിനാൽ നിയന്ത്രണം ബാധകമല്ലെന്ന മറുപടിയായിരുന്നു MLAയുടേത്. നഗരസഭാ പരിധിയിലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിരോധനം ബാധകമാണെന്നിരിക്കെ ദേവസ്വത്തിലും KTDCയിലും ഇവ ഉപയോഗിക്കുന്നത് നിർബാധം തുടരുകയാണ്. നഗരസഭ ഈ വിവേചനം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി ആവശ്യപ്പെട്ടു. നഗരസഭ ശുചിത്വത്തിന്റെ പേരിലാണ് ഇത്തരം ഡിസ്പോസിബിൾ സാധനങ്ങൾ നിരോധിക്കുന്നതെങ്കിൽ അത് ചെറിയ ചെറിയ കടകൾക്കോ അല്ലെങ്കിൽ സാധാരണക്കാർ വാടകയ്ക്ക് എടുക്കുന്ന ടൗൺ ഹാൾ പോലെയുള്ള സ്ഥലങ്ങൾക്കോ മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളെല്ലാം, ഇപ്പോൾ KTDC ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേവസ്വം ആയിക്കോട്ടെ, എല്ലാ സ്ഥാപനങ്ങൾക്കും അത് ബാധകമാക്കണം. ഇത് ഒരു 2 തരം രീതിയിലുള്ള നിയമമാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് ഒരിടത്തും ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലേറ്റ് എന്നിവയ്ക്ക് നിരോധനമില്ലെന്നിരിക്കെ ഗുരുവായൂർ നഗരസഭയുടെ നടപടി കടുത്ത വിമർശനത്തിനിടയാക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര നടകളിലുള്ള ദേവസ്വത്തിന്റെ കോഫി ബിൽഡിംഗ് ബൂത്തുകളിൽ നിരോധനം മറികടന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ് ഉപയോഗിക്കുന്നതിനെതിരെ TCB നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടങ്ങളിൽ പരിശോധന നടത്തി ഡിസ്പോസിബിൾ ഗ്ലാസ് പിടികൂടിയിരുന്നു. ഇവർ പ്രതിഷേധമറിയിച്ചതോടെ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങാൻ നഗരസഭ മൗനാനുവാദം നൽകുകയായിരുന്നു. എന്നാൽ സാധാരണക്കാർക്കെതിരെ നഗരസഭ തങ്ങളുടെ വീര്യം കാണിക്കും. ഗുരുവായൂർ നഗരസഭയുടെ ഇരട്ടത്താപ്പിനെതിരെ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. TCV ഗുരുവായൂർ. ഇടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ഉത്സവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ മേള. എൻചാന്റിംഗ് ഈസ്റ്റ്, വണ്ടർഫുൾ വെസ്റ്റ്, സിൻഡിലേറ്റിംഗ് സൗത്ത്, ന്യൂജൻ നോർത്ത് എന്നീ വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ശ്രേണികൾ. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സാരികൾ, റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ഉത്സവ്. വാർത്തകളിലേക്ക്. കുരിയച്ചിറയിൽ വയോധികയെ ആക്രമിച്ച് മോഷണം. കുരിയച്ചിറ കോയിക്കര വീട്ടിൽ റോസിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന റോസിയെ ആക്രമിച്ച് 2.5 പവന്റെ സ്വർണ്ണമാലയാണ് കവർന്നത്. പള്ളിയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ പുറകുവശത്തെ വാതിൽ വഴി അകത്ത് കടന്ന് മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന മോഷ്ടാവ് ആക്രമിക്കുകയായിരുന്നു. സോഫ സെറ്റിയുടെ വിരിയെടുത്ത് മുഖത്തേക്കിട്ട് കഴുത്തിൽ കുരുക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നുവെന്ന് റോസി പറഞ്ഞു. നനയ്ക്കലൊക്കെ കഴിഞ്ഞ് ചെടികൾ താഴെ വീണത് ചെടിച്ചൊക്കെ അവിടെ 15 മിനിറ്റ് ഞാൻ അവിടെ ചുറ്റി. ഇവിടെ ഈ 15 മിനിറ്റിനുള്ളിൽ ഇവൻ ഇത് ഇവിടെ ഒളിച്ചിരുന്നവൻ അകത്ത് ഉണ്ടായിരിക്കണം. ബലപ്രയോഗത്തിനിടെ മുഖത്ത് അടിയേറ്റതിനെ തുടർന്ന് പല്ല് കൊഴിഞ്ഞു വീണു. ഇതിനിടെ മോഷ്ടാവ് ബലമായി വളകൾ ഊരിയെടുക്കാനും ശ്രമം നടത്തി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് വെള്ളം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ മോഷ്ടാവ് തന്നെ വെള്ളം എടുത്തു നൽകിയെന്നും റോസി പറഞ്ഞു. 50,000 രൂപ വേണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും തന്റെ കയ്യിൽ പണമില്ലെന്ന് കരഞ്ഞു പറഞ്ഞതോടെ സമീപത്തെ കട്ടിലിലേക്ക് തള്ളിയിട്ട് മോഷ്ടാവ് ഓടിപ്പോവുകയായിരുന്നുവെന്ന് റോസി പറഞ്ഞു. നെടുപുഴ പോലീസ് കേസെടുത്തു. കാട്ടിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് കോളനിയിലേക്ക് മടങ്ങുന്നതിനിടെ ആനക്കൂട്ടത്തെ കണ്ടോടിയ ആദിവാസി യുവാവിനും യുവതിക്കും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ശാസ്താംപൂവം കോളനിയിലെ കാടർ വീട്ടിൽ ബിജി, ആന്റണി, മനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആനയുടെ ചവിട്ടേറ്റ് തെറിച്ചു വീണ ബിജിയുടെ പരിക്ക് ഗുരുതരമാണ്. വൈകിട്ട് 4:30 ചൊക്കന വനത്തിലെ മുക്കണാംകുന്നിൽ വെച്ചാണ് ആനയുടെ ആക്രമണമുണ്ടായത്. വിവരമറിഞ്ഞ് പഞ്ചായത്ത് അംഗം ജോയി കാവുങ്ങലിന്റെ നേതൃത്വത്തിൽ കോളനി നിവാസികളും സാമൂഹിക പ്രവർത്തകരും വനത്തിനുള്ളിലെത്തി ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഴച്ചാൽ റേഞ്ചിൽപ്പെട്ട കാരാന്തോട് തുമ്പുംപാറ വനമേഖലയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. 15 വയസ്സുള്ള മോഴയുടെ ജഡമാണ് കണ്ടെത്തിയത്. 1 മാസത്തെ പഴക്കമുണ്ട്. കുത്തുകൂടിയതോ കടുവയുടെ ആക്രമണത്തിലോ ആയിരിക്കാം മരണമെന്ന് വനപാലകർ പറയുന്നു.
നായാട്ടുകാരുടെ കടന്നുകയറ്റത്തിനുള്ള സാധ്യതയില്ലെന്നാണ് നിഗമനം. വനപാലകരാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ആനയുടെ ജഡം ആദ്യം കണ്ടത്. തുടർന്ന് വെള്ളിയാഴ്ച വാഴച്ചാൽ ഡിഎഫ്ഒ SV വിനോദിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അനന്തര നടപടികൾ സ്വീകരിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ആനയുടെ ജഡം വനത്തിൽ തന്നെ സംസ്കരിച്ചു. റേഞ്ച് ഓഫീസർ T. അജികുമാറും സ്ഥലത്തെത്തിയിരുന്നു. കാറിൽ കടത്തിയ മയക്കുമരുന്ന് ഗുളികകളുമായി തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ 2 പേരെ തൃശൂർ എക്സൈസ് ഇന്റലിജൻസും തൃശൂർ എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടി. ഒളരി സ്വദേശി വഴിപ്പറമ്പത്ത് വീട്ടിൽ ഡെൻഡോറോൺസ്, ചേറൂർ സ്വദേശി പന്തൽവളപ്പിൽ അഖിൽ ആൻഡോ എന്നിവരാണ് തൃശൂർ എക്സൈസ് ഇൻസ്പെക്ടർ MF സുരേഷ്, എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ സലീം കുമാർ ദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. നൈട്രോസൾഫാം ടാബ്ലറ്റ് 200 എണ്ണമാണ് കാറിലെ രഹസ്യ അറയിൽ നിന്ന് കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്ന് വിൽപ്പനയ്ക്കായാണ് ലഹരി ഗുളികകൾ കാറിൽ തൃശൂരിലേക്ക് കൊണ്ടുവന്നത്. പിടിയിലായ ഇരുവരും ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നവരാണ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനാവശ്യമായ മയക്കുമരുന്ന് ഗുളികകൾ എത്തിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യൻ, പ്രിവന്റീവ് ഓഫീസർമാരായ AG ശിവശങ്കരൻ, M. വിപിൻ, KS ഷിബു, K. ലത്തീഫ് തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ജല അതോറിറ്റി ജീവനക്കാരനായിരിക്കെ ഓഫീസിലെ ചെക്കുമായി കാണാതായ ജീവനക്കാരന്റെ ഭാര്യയ്ക്ക് കുടുംബ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. 1990 ഡിസംബർ 20 കാണാതായ ചന്ദ്രശേഖരനെതിരെ 2000 അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം P. മോഹനദാസ് ചോദിച്ചു. ഒരു വ്യക്തിയെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കണമെന്നാണ് നിയമമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. വ്യക്തിയെ കാണാതായി 10 വർഷങ്ങൾക്ക് ശേഷം മുൻകാല പ്രാബല്യത്തോടെ സസ്പെൻഷൻ നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മനഃപൂർവ്വം ലഭ്യമാക്കാതിരിക്കാനുള്ള അന്യായ നടപടിയാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. അയ്യന്തോൾ പുതൂർക്കര സ്വദേശി ശാന്തകുമാരി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ഓഫീസിലുള്ള 56,119 രൂപയുടെയും 3000 രൂപയുടെയും ചെക്കുമായാണ് പരാതിക്കാരിയുടെ ഭർത്താവ് ചന്ദ്രശേഖരനെ കാണാതായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പരാതിക്കാരിക്ക് കുടുംബ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകണം എന്നാണ് കമ്മീഷൻ ഉത്തരവ്. ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ദേശീയപാത അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ ബൈക്കും മിനിലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. അണ്ടത്തോട് തങ്ങൾപ്പടി സ്വദേശി ഒസാരു വീട്ടിൽ 35 വയസ്സുള്ള അഹർജാനാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ അഹർജാനെ ചാവക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഉടനെ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാർബർ തൊഴിലാളിയായിരുന്നു അഹർജാൻ. തൃശൂർ പൂങ്കുന്നം റെയിൽവേ ഗേറ്റിലൂടെയുള്ള ദുരിത യാത്രയ്ക്ക് ഭാഗിക ആശ്വാസമായി. വാഹന കാൽനട യാത്രികർക്ക് ദുരിതമായി തീർന്ന പൂങ്കുന്നം റെയിൽവേ ഗേറ്റ് റോഡിനെ സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച TCV വാർത്ത നൽകിയിരുന്നു. റെയിൽവേ പാളത്തിലും ഗേറ്റിനോട് ചേർന്നുള്ള റോഡും ഭാഗികമായി ടാറിംഗ് നടത്തിയതാണിപ്പോൾ യാത്രക്കാർക്ക് ആശ്വാസം പകരുന്നത്. ഇത് ഈ വഴിയുള്ള വാഹന ഗതാഗതം സുഗമമാക്കുന്നതിന് പ്രയോജനമായി. അതേസമയം റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള റോഡിൽ പൈപ്പിടലടക്കമുള്ള നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി രൂപപ്പെട്ട കുഴിയും മൺകൂനയും ഇപ്പോഴും അതേപടി തുടരുകയാണ്. ഇത് ഗേറ്റ് തുറക്കുന്ന സമയത്ത് അനിയന്ത്രിതമായി ഇരച്ചെത്തുന്ന വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട്. മൺകൂനകളിൽ മുളച്ചുപൊന്തി നിൽക്കുന്ന കല്ലുകൾ കാരണം വാഹനങ്ങൾ ഒരു വശം ചേർന്ന് പോകുന്നത് ഗേറ്റിൽ പലപ്പോഴും ഗതാഗത കുരുക്കിനും വഴിവെക്കുന്നുണ്ട്. ഇതൊഴിവാക്കാനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. ന്യൂ കാസിൽ, സെലക്ട്, ആലിഫ്, CIS ബിരിയാണി, ഫ്രണ്ട്സ്, സൂപ്പർ 99 എന്നീ ഹോട്ടലുകളിൽ നിന്നും തട്ടുകടയിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത്.
ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ചാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടലുകൾ, ബേക്കറികൾ, ശീതളപാനീയ വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത്. വിവിധ ഇറച്ചി വിഭവങ്ങളും പഴകിയ എണ്ണയും പിടിച്ചെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിജയപ്രകാശ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനുരാഗ്, ശങ്കർ, സുജേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ്. ഗ്രാമിന് 3105 രൂപയും പവന് 24,840 രൂപയുമാണ് വെള്ളിയാഴ്ചയിലെ സ്വർണ്ണനിരക്ക്. 2 ദിവസമായി 25,000-ന് മുകളിലായിരുന്ന സ്വർണ്ണവില 1,00,000-ന് താഴേക്കെത്തിയത് ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമാവും. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയുമാണ് കുറഞ്ഞത്. വ്യാഴാഴ്ച ഗ്രാമിന് 3,130 രൂപയും പവന് 25,040 രൂപയുമായിരുന്നു നിരക്ക്. കൊല്ലാട്ടി ഷഷ്ഠി മഹോത്സവത്തിനിടെ കാവടികൾ തടയുകയും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. സംഭവത്തിൽ പടിയൂർ സ്വദേശി കുറ്റിച്ചിറ വീട്ടിൽ ഡബ്ബർ എന്ന അഖിലിനെയാണ് ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സുരേഷ് കുമാറും SI ബിബിൻ സിവിയും അറസ്റ്റ് ചെയ്തത്. കോമ്പാറ ദേശത്തിന്റെ കാവടിയാട്ടത്തിനിടയിൽ ഇയാൾ സ്ത്രീകളോടും പെൺകുട്ടികളോടും മോശമായി പെരുമാറുന്നത് കണ്ട് പോലീസ് തടയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അഖിൽ പോലീസിനോട് മോശമായി പെരുമാറി. സ്ഥലത്തുനിന്ന് മുങ്ങിയ പ്രതിയെ പോലീസ് തന്ത്രപൂർവ്വം കുടുക്കുകയായിരുന്നു. കേസിലെ 2 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ ആന്റി ഗുണ്ട സ്ക്വാഡ് അംഗങ്ങളായ ഡെന്നീസ് CA, ജോസഫ് KT, AK മനോജ്, അനൂപ് ലാലൻ, രാകേഷ് പൊറ്റേക്കാട്ട്, വൈശാഖ് മംഗലൻ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സമ്പൂർണ്ണ ജൈവ അജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റ് തയ്യാറായി. പ്രതിദിനം 2.5 ടണ്ണിലധികം ജൈവ മാലിന്യം സംസ്കരിക്കാൻ കഴിയും. ജൈവമാലിന്യം ചകിരി, ബാക്ടീരിയ എന്നിവ ഉപയോഗിച്ച് വളമാക്കും. ഇതിൽ നിന്നുള്ള കമ്പോസ്റ്റും സ്ലറിയും വിൽക്കും. ജില്ലയിലെ മറ്റ് ഗവൺമെന്റ് ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ഇത്തരം പ്ലാന്റുകൾ ഉടൻ സജ്ജമാകും. 47 ലക്ഷം രൂപ ചിലവിലാണ് മെഡിക്കൽ കോളേജിൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. പ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്കായി KPCC നടപ്പാക്കുന്ന 1000 ഭവന പദ്ധതിയിലെ ആദ്യ വീട് മറ്റത്തൂരിൽ പൂർത്തിയായി. കോടാലിയിലെ പത്രവിതരണക്കാരനായ നെല്ലിക്കാവിളയിൽ ബാബുവിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം തിങ്കളാഴ്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. KPCCയുടെ 1000 ഭവന പദ്ധതിയിൽ പൂർത്തീകരിച്ച ആദ്യത്തെ വീടാണ് കോടാലിയിലേത്. പത്രവിതരണക്കാരനായ നെല്ലിക്കാവിള ബാബുവിന്റെ വീട് പ്രളയകാലത്തെ പെരുമഴയിൽ തകർന്നു വീണിരുന്നു. പത്രവിതരണത്തിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തിയിരുന്ന ബാബുവിന്റെ ജീവിതം വീട് തകർന്നതോടെ വഴിമുട്ടിയ അവസ്ഥയിലായി. പ്രായമായ അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് 38-കാരനായ ബാബു. പിതാവ് മരിച്ചുപോയതോടെ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് സഹോദരിമാരുടെയും അമ്മയുടെയും സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ബാബുവിന് അന്തിയുറങ്ങാൻ കിടപ്പാടും പോലും ഇല്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. നമ്മളിപ്പോൾ 576 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ഏരിയ. അതിന് നമുക്ക് ഏകദേശം ഇപ്പോൾ 7 ലക്ഷം രൂപ നിലവിൽ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. സാമഗ്രികൾ തന്നിട്ടുള്ളതിൻ്റെ വില നിശ്ചയിച്ചുകൊണ്ടും മറ്റ് സാമ്പത്തികമായി തന്ന ആളുകളുടെയും എല്ലാം കണക്കൂട്ടുമ്പോൾ നമുക്ക് 7 ലക്ഷം രൂപയോളം നമുക്ക് ഇതിനായി ചെലവ് വന്നിട്ടുണ്ട്. KR ഔസേബ് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് KPCCയുടെ 1000 ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാൻ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. ഇതനുസരിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് DCC പ്രസിഡന്റ് TN പ്രതാപൻ വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകരും ഉദാരമതികളും സംഭാവനയായി നൽകിയ തുക ഉപയോഗിച്ചാണ് 570 ചതുരശ്ര അടി വിസ്തൃതിയുള്ള വീട് ബാബുവിനായി നിർമ്മിച്ചത്. മുൻ പഞ്ചായത്ത് അംഗമായ ബെന്നി തോട്ടുങ്ങൽ, ഈയിടെ അന്തരിച്ച വാസുപുരത്തുകാരൻ ദേവസി എന്നിവർ ഓരോ 1 ലക്ഷം രൂപ വീതം വീട് നിർമ്മാണത്തിന് നൽകി. ആവശ്യമായ സിമന്റ്, ഇഷ്ടികകൾ, കമ്പി, കരിങ്കല്ല്, പാറമണൽ തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളും സംഭാവനയായി ലഭിച്ചപ്പോൾ 4 മാസം കൊണ്ട് ബാബുവിനായി 7 ലക്ഷം രൂപ ചെലവിലുള്ള വാസയോഗ്യമായ വീടൊരുക്കാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞു. വീടൊരുക്കാൻ സഹായിച്ച കോൺഗ്രസ് പ്രവർത്തകരോടും സുമനസ്സുകളോടും നന്ദി പറഞ്ഞറിയിക്കാനാവില്ലെന്ന് ബാബു പറഞ്ഞു. നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർ എത്രയും പെട്ടെന്ന് നമുക്കൊരു വീട് നിർമ്മിച്ചു തരുന്നു പറഞ്ഞ് അതിൻ്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് ഇതിൻ്റെ അഹോരാത്രം പ്രവർത്തിച്ചവരാണ് ഇവരെല്ലാവരും. എല്ലാവിധ സഹായം ചെയ്ത് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബാബുവിന്റെ കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറും. TCV ന്യൂസ്, കൊടകര.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിയ കണ്ണനെ കണ്ട് ആയിരങ്ങൾ ദർശന പുണ്യം നേടി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സമാപനം കുറിച്ച് 26-ന് നടക്കുന്ന ആറാട്ടുവരെ കണ്ണഞ്ഞിനി സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് എഴുന്നള്ളുക. 6-ാം വിളക്കായ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് നടന്ന ശ്രീവേലിയുടെ 4-ാം പ്രദക്ഷിണത്തിൽ ആനത്തറവാട്ടിലെ കാരണവർ ഗജരത്നം ഗുരുവായൂർ പത്മനാഭനാണ് സ്വർണ്ണക്കോലമേറ്റിയത്. കൊടിക്കൂറകൾ, സൂര്യമറകൾ, വർണ്ണത്തഴകൾ എന്നിവയോടെ ഭഗവാൻ എഴുന്നള്ളിയപ്പോൾ കാത്തുനിന്നിരുന്ന ഭക്തജന സഹസ്രങ്ങൾ നാമജപവുമായി വരവേറ്റു. പെരുവനംകുട്ടന്മാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ താന്ത്രിക കർമ്മങ്ങൾക്കും ദർശനത്തിനും പ്രാധാന്യമേറുന്ന ചടങ്ങുകൾക്ക് ഞായറാഴ്ച തുടക്കമാകും. ക്ഷേത്രത്തിനകത്തെ എല്ലാ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഉത്സവബലി. നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് ബലി തൂവുന്ന സമയത്താണ് ഉത്സവ ബലിദർശനം. 33 കോടി ദേവന്മാരും ഈ സമയത്ത് ഭഗവത് ദർശനത്തിനെത്തുമെന്നാണ് സങ്കല്പം. ദേശപകർച്ചയാണ് ഉത്സവ ബലി ദിവസത്തെ മറ്റൊരു സവിശേഷത. പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ദേശപകർച്ചയിൽ നൽകുക. മാമ്പഴം, പഴം എന്നിവ കൊണ്ട് തയ്യാറാക്കുന്ന വിന്നിയും മുതിരയും ഇടിച്ചക്കയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുഴുക്ക്, പപ്പടം, ചെത്തുമാങ്ങ അച്ചാർ എന്നിവ ഈ ദിവസത്തെ പ്രത്യേകതയാണ്. രാത്രി ചോറ്, കാളൻ, ഓലൻ, എലിശ്ശേരി, പച്ചടി, വറുത്തുപ്പേരി, ചെത്തുമാങ്ങ അച്ചാർ, പായസം എന്നിവയോടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് നൽകുക. തിങ്കളാഴ്ചയാണ് ഭഗവാന്റെ പള്ളിവേട്ട. പക്ഷിമൃഗാദികളുടെ വേഷം കിട്ടിയ ഭക്തർ പള്ളിവേട്ടയിൽ സംബന്ധിക്കും. പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാൻ പള്ളിക്കുറുപ്പ് കൊള്ളും. ചൊവ്വാഴ്ച ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. കുന്നംകുളത്തിന് ഇനി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ദുരിതമല്ല. കുറുക്കൻപാറ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രം അടുത്ത ദിവസം മുതൽ പ്രവർത്തനം ആരംഭിക്കും. പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IRTCയുമായി സഹകരിച്ചാണ് യൂണിറ്റ് പ്രാവർത്തികമാക്കുന്നത്. കുടുംബശ്രീക്കാണ് പ്രവർത്തന ചുമതല. നഗരത്തിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച് ചെറു കഷണങ്ങളാക്കി മാറ്റി പ്ലാസ്റ്റിക് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് കയറ്റി അയക്കാനും ടാറിലും മറ്റും ചേർക്കുന്ന മിശ്രിതമാക്കാനും പദ്ധതിയുണ്ട്. നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിച്ചാണ് പ്രവർത്തനം തുടങ്ങുക. മുൻപ് ഗ്രീൻ കേരളയുടെ സഹകരണത്തോടെ പ്ലാസ്റ്റിക് ശേഖരിച്ച് കയറ്റി അയക്കാനുള്ള പദ്ധതി നടപ്പാക്കിയിരുന്നു. പ്ലാസ്റ്റിക് ശേഖരിച്ചെങ്കിലും ഇത് കൊണ്ടുപോകാൻ ഗ്രീൻ കേരള എത്താതിരുന്നതോടെ ചാക്കുകളിൽ കെട്ടിസൂക്ഷിക്കേണ്ട ഗതികേടുണ്ടായി. തുടർന്നായിരുന്നു പുതിയ പദ്ധതി ആവിഷ്കരിച്ചത്. മുൻപ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ തന്നെ നിക്ഷേപിച്ച് അത് മണ്ണിട്ട് മൂടുന്നതായിരുന്നു രീതി. എന്നാൽ ഇത്തരത്തിൽ മണ്ണിട്ട മാലിന്യങ്ങൾ മൂലം ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഒരു പ്ലാസ്റ്റിക് മല തന്നെ രൂപപ്പെടുകയും ചെയ്തിരുന്നു. യൂണിറ്റ് പ്രാവർത്തികമാകുന്നതോടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും പണമാക്കി മാറ്റാനാകുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. ഇതുവഴി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നും നഗരസഭ കണക്കുകൂട്ടുന്നു. TCV കുന്നംകുളം. കാളമുറിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചളിങ്ങാട് സ്വദേശി ചൂളക്കടവിൽ റിസ്വാനെയാണ് SI KJ ജിനേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. 2018 ഡിസംബർ 30-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കാളമുറിയിൽ വെച്ച് ഗ്രാമലക്ഷ്മി സ്വദേശി ജെയ്സനാണ് കുത്തേറ്റത്. ബൈക്കിലെത്തിയ പ്രതി സമീപത്തെ പച്ചക്കറി കടയിൽ നിന്നും കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. പ്രതിയുടെ സുഹൃത്തിന്റെ വീട്ടിന് പുറമെ നിന്നുള്ള ചിലർ വരുന്നതിനെ ജെയ്സൺ ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അഡീഷണൽ SI മാത്യൂസ്, സജിബാൽ എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. സൈക്കിളിൽ ഹെൽമറ്റ് ധരിച്ച് ഊരു ചുറ്റുന്ന ഈ പോലീസുകാരന് ഒരു ദൗത്യമുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യരുതെന്ന സന്ദേശമാണ് കൊല്ലം സ്വദേശി ഷാജഹാൻ നാടിന് നൽകുന്നത്. ജോലിയിൽ നിന്നും അവധിയെടുത്ത് സംസ്ഥാനത്ത് 1600 കിലോമീറ്റർ ദൂരമാണ് ഷാജഹാൻ സൈക്കിളിൽ സഞ്ചരിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്യുന്ന കുണ്ടറ സ്റ്റേഷനിൽ നിന്നും കഴിഞ്ഞ ഫെബ്രുവരി 10-ന് സൈക്കിളിൽ കയറി. ആദ്യം കൊല്ലം വഴി തിരുവനന്തപുരത്തെത്തി. തിരിച്ച് തീരദേശ റോഡിലൂടെ വടക്കൻ ജില്ലകളിലേക്ക്. കാസർഗോഡ് എത്തിയ 50-കാരനായ ഷാജഹാൻ വീണ്ടും മറ്റൊരു റൂട്ടിലൂടെ മലപ്പുറം, പാലക്കാട് ജില്ലകൾ താണ്ടി ചാലക്കുടിയിലും എത്തിച്ചേർന്നു. ലൈറ്റ് ഇല്ലാത്തതിനാൽ രാത്രിയിലെ സൈക്കിൾ യാത്ര ഷാജഹാൻ ഒഴിവാക്കുന്നു. എല്ലായിടത്തും താമസ സൗകര്യവും ഭക്ഷണവും പോലീസ് അസോസിയേഷനാണ് ഒരുക്കുന്നത്. ഇതിനകം നിരവധി സ്വീകരണങ്ങളാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഷാജഹാന് ലഭിച്ചത്. തന്റെ നാട്ടിൽ ഒരു DYSPയുടെ മകൻ ബൈക്ക് അപകടത്തിൽ മരിച്ചത് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന്റെ ഫലമായിരുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തുണ്ടാകുന്ന മരണങ്ങൾ പ്രതിവർഷം 2000-ഓളം വരും. ഇതും സർക്കാർ വെല്ലുവിളിയായി ഏറ്റെടുക്കണം. തന്റെ യാത്രയ്ക്കൊപ്പമുള്ള ചെറിയ മൈക്കിലൂടെ ഷാജഹാൻ വിളിച്ചു പറയുന്നു.
ലഘുലേഖകളും വിതരണം ചെയ്യുന്നുണ്ട്. സൗത്ത് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ BD ദേവസി MLA പൂച്ചെണ്ട് നൽകി ഷാജഹാനെ സ്വീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ, വൈസ് ചെയർമാൻ വിൽസൺ പാനാട്ടുപറമ്പിൽ, ചാലക്കുടി CI J മാത്യു, ജോയിന്റ് RTO KK സുരേഷ് കുമാർ, ഫയർ സ്റ്റേഷൻ ഓഫീസർ CO ജോയി എന്നിവർ സംസാരിച്ചു. TCV ചാലക്കുടി. ഗുരുവായൂർ നെന്മിനി മേഖലയിൽ തെരുവനായ ശല്യം രൂക്ഷം. 2 മാസത്തിനിടെ മേഖലയിലെ 70ഓളം കോഴികളാണ് തെരുവനായ ആക്രമണത്തിൽ ചത്തത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നെന്മിനി കൃഷിഭവന് സമീപം ചേറാടി സരോജിനിയുടെ വീട്ടിൽ നിന്ന് മാത്രം 25 കോഴികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോടിന്റെ ഓടും ചുറ്റുമുള്ള ഇരുമ്പ് വലയും തകർത്താണ് കോഴികളെ പിടികൂടിയത്. സന്ധ്യയായാൽ മേഖലയിൽ തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ്. നിരവധി തവണ നഗരസഭകളിലും ബന്ധപ്പെട്ട അധികൃതർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുണ്ടായിട്ടില്ല. പ്രഭാത സവാരിക്കിറങ്ങുന്നവരെ തെരുവ് നായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിക്കാറുണ്ട്. നിരവധി പേർക്ക് വീണ് പരിക്കേറ്റ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. തെരുവുനായ ശല്യം അവസാനിപ്പിക്കുവാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ ചലഞ്ച് ഏറ്റെടുത്ത് തൃശൂർ അഗ്നിശമന സേനാ വിഭാഗം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഫയർഫോഴ്സ് ശേഖരിച്ചത്. ആക്സിസ് ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫയർ ഓഫീസർ KM അഷ്റഫ് അലി, തൃശൂർ സ്റ്റേഷൻ ഓഫീസർ AL ലാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയ അന്തർദേശീയ താരങ്ങളെ കായിക കേരളത്തിന് സമ്മാനിച്ച തൃപ്രയാർ ഗോഖലെ മൈതാനം നിലനിർത്തണം എന്നാവശ്യമുന്നയിച്ച് സംരക്ഷണ സമിതി രംഗത്ത്. നാട്ടിക മണപ്പുറത്ത് വീണ്ടും ഒരു കളിക്കളത്തിന്റെ സംരക്ഷണത്തിനായി മുറവിളി ഉയരുകയാണ് ഗോഖലെ മൈതാനം സംരക്ഷണ സമിതിയിലൂടെ. 1912 ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സന്ദർശനത്തോടെ AUP സ്കൂളിനോട് ചേർന്ന മൈതാനം ഗോഖലെ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയോളം പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു. പഴയകാല രാഷ്ട്രീയ സാമൂഹിക നാടകങ്ങൾ, നാടൻ കളികൾ, തെരുവു നാടകങ്ങൾ എന്നിവയുടെ അരങ്ങേറ്റ ഭൂമിയായി ഗോഖലെ മൈതാനം. നാട്ടിക മണപ്പുറത്തെ വോളിബോൾ പ്രതിഭ കുഞ്ഞിക്കളവൻ മാസ്റ്ററിൽ തുടങ്ങി ഗോഖലെ മൈതാനം സമ്മാനിച്ച പ്രതിഭകളുടെ നിര മുൻ ഇന്ത്യൻ താരം അൻവർ ഹുസൈനും KCB താരം KG രാഗേഷും വരെ നീളുന്നതാണ്. വോളിബോളിനൊപ്പം കബഡിയും ഷട്ടിൽ ടൂർണമെന്റും ഗോഖലെ മൈതാനത്ത് കായിക പ്രേമികൾക്ക് ആവേശ കാഴ്ചയായി. ഹൈടെക് സ്കൂൾ എന്ന ലേബലിൽ പുതിയ കെട്ടിട നിർമ്മാണത്തോടെ ഗോഖലെ മൈതാനത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമെന്നാണ് മൈതാനം സംരക്ഷണ സമിതി ആരോപിക്കുന്നത്. കെട്ടിടം പണിക്ക് ശേഷം അവരടുത്ത നടപടിയായിട്ട് ഈ മൈതാനം മുഴുവനായി 8 അടി ഉയരത്തിൽ മതിൽ കെട്ടി തടയുകയാണ് ചെയ്യുന്നത്. പൊതുജനങ്ങൾക്ക് കടക്കുന്നതിനോ ഇവിടെ കളികൾ തുടരുന്നതിനോ ഒന്നും അനുവാദമില്ലാതെ വലിയ മതിൽ കെട്ടി ഇത് സ്കൂളിൻ്റെ ഭാഗമാക്കുന്നു. നികുതി കെട്ടാത്ത വകയിൽപ്പെട്ട ഒരു ഭൂമിയാണ് ശരിക്കും ഇത്. ആ നികുതി കെട്ടാത്ത ഭൂമി പണ്ടേ ഉള്ളതാണ്. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് നികുതി കെട്ടാത്ത ഭൂമി. അത്തരം നികുതി കെട്ടാത്ത ഭൂമിയിൽ ഇവർ വന്ന് ആധിപത്യം സ്ഥാപിച്ചാണ്. പടിഞ്ഞാറ ഭാഗമാണ് സ്കൂൾ, കിഴക്കേ ഭാഗം മൈതാനവും ലൈബ്രറിയും കൂടിയതാണ്. 8 അടിയോളം ഉയരത്തിൽ ചുറ്റുമതിലും കവാടവും വന്നതോടെ പ്രദേശത്തെ കായിക പ്രേമികളുടെ ആശങ്കയും വർദ്ധിച്ചു. അവധിക്കാല ക്യാമ്പുകൾക്ക് പോലും സ്കൂൾ അധികൃതർ അനുമതി നിഷേധിച്ചതായും സംരക്ഷണ സമിതി ആരോപിക്കുന്നു. മാനേജ് കമ്മിറ്റിയിലെ ഒരംഗം നൽകിയ ഒസ്യത്തിലൂടെ ലൈബ്രറി കെട്ടിടം, മൈതാനം എന്നിവയിലല്ല സ്കൂളിന്റെ ഭരണാവകാശം മാത്രമാണ് അധികൃതർക്കുള്ളതെന്നാണ് സംരക്ഷണ സമിതിയുടെ വാദം. ഏതാനും ദിവസം മുമ്പ് നാട്ടികയിലെത്തിയ കായിക വകുപ്പ് മന്ത്രി EP ജയരാജനും ഗീതാ ഗോപി MLAയ്ക്കും സംരക്ഷണ സമിതി നിവേദനവും നൽകി. കൂടാതെ പഴയ ഒസ്യത്തിന്റെ പേരിൽ സ്കൂൾ കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതിയിലും കരമടയ്ക്കലിലും വിജിലൻസ് അന്വേഷണവും ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് ഗോഖലെ മൈതാനം സംരക്ഷണ സമിതി. TCV ന്യൂസ്, തൃപ്രയാർ. സിമന്റ് വില വർധനവിൽ പ്രതിഷേധിച്ച് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. പ്രതിഷേധ സമരം മുൻ മേയർ IP പോൾ ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് TC ജോർജ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ PS സോമസുന്ദരൻ, OV ജയചന്ദ്രൻ, TS ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പട്ടിക്കാട് പൂവഞ്ചിറ ഭാഗത്ത് കാട്ടുതീ പടരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് പ്രദേശത്ത് കാട്ടുതീ പടരുന്നതായി പ്രദേശവാസികൾ കണ്ടത്.
കടുത്ത ചൂടും കാറ്റും തീ പടരുന്നതിന് കാരണമാകുന്നുണ്ട്. ഉൾവനത്തിലായതിനാൽ തീ നിയന്ത്രണ വിധേയമാക്കുന്നത് ഏറെ ശ്രമകരമാണ്. ഇതോടെ പ്രദേശവാസികളും പരിഭ്രാന്തരാണ്. പന്ത്രണ്ട് വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന പൂതൻ കളി പാഞ്ഞാളിൽ പുനരാരംഭിച്ചു. ചെറുതുരുത്തി കൊഴിമാംപറമ്പ് വേലയുടെ പ്രധാന പങ്കാളിയായ പാഞ്ഞാൾ അയ്യപ്പൻകാവിലെ 6ാം വേലയോടനുബന്ധിച്ച് നടത്താറുള്ള പൂതൻ കളി പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിക്കിടക്കുകയായിരുന്നു. പാഞ്ഞാൾ ദേവസ്വത്തിന്റെ സഹകരണത്തോടെ അയ്യപ്പൻകാവിന് സമീപമുള്ള അയ്യപ്പൻ പാടത്ത് പൂതൻ കളി പുനരാരംഭിച്ചു. പുനരുദ്ധാരണം കഴിഞ്ഞ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പൂതൻ കെട്ടിയാണ് അയ്യപ്പൻ പാടത്ത് എത്തിച്ചേർന്നത്. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത്, നെല്ലിക്കാട്ടുമന നീലകണ്ഠൻ നമ്പൂതിരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനിടെ യുവാവിനെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇളന്തുരുത്തി കാഞ്ഞിരപ്പറമ്പിൽ ബിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. പടവരാട് ജംഗ്ഷനിൽ വിദ്യാർത്ഥികൾക്ക് ഹാൻഡ്സ് അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്ന് 74 പാക്കറ്റ് ഹാൻഡ്സ് പിടിച്ചെടുത്തു. പുകയില ഉൽപ്പന്നങ്ങൾ മൊത്തമായി വാങ്ങിച്ച് പടവരാട് മേഖലയിൽ സ്കൂട്ടറിലാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. ഒല്ലൂർ SI S സിനോജ്, CPOമാരായ അലൻ ആന്റണി, ജോസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊടകര സഹൃദയ കോളേജിൽ തുടരുന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 83 കിലോഗ്രാം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ C അറിവഴകൻ 1ാം സ്ഥാനത്തെത്തി. 43 മത്സരാർത്ഥികളുണ്ടായിരുന്ന ഈ വിഭാഗത്തിൽ സഞ്ജയ് സഗ്ഗു, ദിൽഷാദ് ഹുസൈൻ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിലെത്തി. 5 വിഭാഗങ്ങളിൽ നിന്നായി 32 പോയിന്റോടെ മുംബൈ യൂണിവേഴ്സിറ്റിയാണ് മുന്നിൽ. 29 പോയിന്റോടെ സംഘാടകരായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സ്ഥാനത്തും കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയും പാട്യാല പഞ്ചാബി യൂണിവേഴ്സിറ്റിയും 3ാം സ്ഥാനത്തുമാണ്. പാപ്പാനുമായി കയർക്കുന്നത് കണ്ട് ആന തിരിഞ്ഞത് പരിഭ്രാന്തി പരത്തി. കുന്നംകുളം കാണിപ്പയ്യൂർ അന്നക്കുളങ്ങര ക്ഷേത്രത്തിലെ വെള്ളിയാഴ്ച പുലർച്ചെ പൂരത്തിനിടയിലാണ് ചിറക്കൽ പരമേശ്വരൻ എന്ന കൊമ്പൻ തിരിഞ്ഞത്. ഒരു യുവാവ് പരമേശ്വരന്റെ പാപ്പാനുമായി തർക്കത്തിലേർപ്പെട്ടത് കണ്ടതോടെയാണ് ആന തിരിഞ്ഞത്. ഇതുകണ്ട ആളുകൾ ഓടി മാറാൻ ശ്രമിച്ചു. ചിലർക്ക് നിസ്സാര പരിക്കേറ്റു. യുവാക്കളെ പിന്നീട് പോലീസ് പിടികൂടി. പാപ്പാന്മാർ ഉടൻ ആനയെ തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഉത്രാളിക്കാവ് പൂരത്തിന് ദേശപന്തലുകൾ ഒരുങ്ങുന്നു. പൂരത്തിലെ പ്രധാന പങ്കാളികളായ എങ്കക്കാട്, കുമരനെല്ലൂർ ദേശങ്ങളാണ് ക്ഷേത്രത്തിലെ ഇരുവശത്തുമായി പന്തലുകൾ ഒരുക്കിയിരിക്കുന്നത്. 11 ആനകൾക്ക് ഒരേ സമയം എഴുന്നള്ളിപ്പിൽ നിരന്നു നിൽക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ കാഴ്ച പന്തലുകളാണ് എങ്കക്കാട്, കുമരനെല്ലൂർ ദേശങ്ങൾ ഒരുക്കുന്നത്. വാണിജ്യം. ചികിത്സാരംഗത്ത് പുത്തൻ വിപ്ലവവുമായി മദേഴ്സ് ക്ലിനിക് അരിമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. എറവ് അഞ്ചാങ്കല്ലിൽ കാഞ്ഞിരത്തിങ്കൽ ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിച്ച മദേഴ്സ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ് നിർവഹിച്ചു. എറവ് സെന്റ് തെരേസാസ് ചർച്ച് വികാരി ഫാദർ ജോസ് പുന്നൂലിപ്പറമ്പിൽ, വാർഡ് മെമ്പർ M അംബിക, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KL ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അനുദിനം ചികിത്സാ ചെലവ് വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വളരെ മിതമായ നിരക്കിൽ ഏറ്റവും ഗുണമേന്മയുള്ള ചികിത്സാ പരിചരണമാണ് മദേഴ്സ് ക്ലിനിക്കിൽ ഒരുക്കിയിരിക്കുന്നത്. 10% മുതൽ 60% വരെ വിലക്കുറവിൽ മരുന്നുകളും ക്ലിനിക്കിൽ ലഭ്യമാണ്. വെറും 49 രൂപ മാത്രമാണ് ഡോക്ടർ പരിശോധനാ ഫീസായി ഈടാക്കുന്നതെന്നതും ക്ലിനിക്കിന്റെ പ്രത്യേകതയാണ്. കൂടാതെ മികച്ച ഡോക്ടർമാരുടെ സേവനവും എറവ് അഞ്ചാങ്കല്ലിലെ മദേഴ്സ് ക്ലിനിക്കിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം പന്തല്ലൂരിൽ വയോധികൻ പൊള്ളലേറ്റ് മരിച്ചത് സൂര്യാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംസ്ഥാനത്ത് താപനിലയിൽ ക്രമാതീതമായ വർധന. ഈ വർഷം റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തുവാൻ സാധ്യത. പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വൈദ്യുതി ബോർഡിന് പണം നൽകുന്നില്ലെന്ന് വൈദ്യുതി മന്ത്രി M മണി. പണം നൽകാത്തതിൽ മുമ്പിലുള്ളത് വാട്ടർ അതോറിറ്റി. അതിരപ്പിള്ളി പദ്ധതിക്ക് തടസ്സം ജില്ലയിലെ ആളുകളെന്നും മന്ത്രി. ഡി-സോൺ കലാമേളയ്ക്ക് സമാപനമായി. കിരീടം തൃശൂർ സെന്റ് തോമസ് കോളേജിന്. 2ാം സ്ഥാനത്ത് കൊടകര സഹൃദയ കോളേജ്. സാഹിത്യ അക്കാദമിയിൽ വാഴപ്പിണ്ടി വെച്ച് പ്രതീകാത്മക സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പ്രതികരിച്ചതിന് പിന്നാലെയാണ് പോലീസ് നടപടി. മുഖ്യമന്ത്രിക്കും വാഴപ്പിണ്ടി അയച്ച് യൂത്ത് കോൺഗ്രസ്.
ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളുടെ നിരോധനത്തിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ഇരട്ടത്താപ്പ്. സാധാരണക്കാർക്ക് നിയമം ദുരിതമാകുമ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിനും KTDCക്കുമെതിരെ നടപടിയില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത്